പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ചില ആളുകൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തത് നിമിത്തം അവർ കർത്താവ് ഇരിക്കുന്ന വീടിന്റെ ഓടും നീക്കി കർത്താവിന്റെ മുൻപിലേക്ക് ആ പക്ഷപാതക്കാരനെ കിടക്കയോടുകൂടി ഇറക്കി വെക്കുന്നു. താൻ സൗഖ്യമാകുന്നത് കണ്ടിട്ട് എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ആ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ട് എല്ലാവരും വിസ്മയം പൂണ്ട് ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞുവെങ്കിൽ ഈ വചനങ്ങളിലൂടെ ഈ പ്രഭാതങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. ചില അപൂർവമായ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. നാളിതുവരെ നാം കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, പ്രാപിച്ചിട്ടില്ലാത്ത ഒരു അത്യത്ഭുതമായ വിഷയങ്ങളിലേക്ക് കർത്താവ് നമ്മെ വഴി നടത്തുകയാണ്. അപൂർവമായത് ചിലത് വിശ്വാസത്തോടുകൂടി ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം, ഇന്ന് എന്റെ ജീവിതത്തിൽ വിസ്മയം പൂണ്ട് വരുമാർ ചില അപൂർവ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്റെ ഭവനത്തിനകത്ത്, എന്റെ തലമുറകളുടെ മേൽ, എന്റെ ശുശ്രൂഷകളിൽ, എന്റെ രോഗസൗഖ്യങ്ങളുടെ മേലൊക്കെ അങ്ങനെ ചിലത് സംഭവിക്കാൻ പോകുന്നു എന്ന് വിശ്വാസത്തോടുകൂടി ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം. ദൈവത്തിൽ ആശ്രയിക്കാം, വിശ്വസിക്കാം, വചനങ്ങളിൽ ആശ്രയിക്കാം, വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകാം. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി മാറുന്നു. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അപൂർവ കാര്യങ്ങളെ കണ്ട് ഒരു അത്ഭുതമായി ദൈവനാമ മഹത്വത്തിനായി കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. എല്ലാവരെയും ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.